ഹലോ ഗൈസ്, പൂക്കിമോൾ ഉറങ്ങുന്ന കണ്ടപ്പോ ഓളെ പോയി കിള്ളാലോ എന്ന് വെച്ച് ചെന്നതാ. പക്ഷെ നല്ല ക്ഷീണ തോന്നുന്നു, ഉറങ്ങിക്കോട്ടെ. ഇവനാണ് എന്റെ വീട്ടിലെ വീരൻ, പേര് ചുക്കിടി. നിങ്ങൾ വിചാരിക്കും എന്തോന്ന് പേരാടാ ഇതൊക്കെ ഇടുന്നേന്ന്. അല്ലടോ, ഇന്നത്തെ കാലത്തെല്ലാം ഡിഫറൻസ് ചിന്തിക്കുമ്പോൾ നമ്മളെന്തിനാ നമ്മളെ മൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രം ഈ ഡിഫറൻറ്റ് കൊണ്ടുവരാത്തെന്നുള്ള ചിന്തയാണ് എന്നിൽ ഇതിലെത്തിച്ചത്. നമ്മുടെ ചുക്കിടി നമ്മുടെ കൂടെ കൂടിയിട്ട് ഒരു 8-8.5 വർഷമായിട്ടോ. ചെറിയ കുട്ടിയായ സമയത്ത് നമുക്ക് കിട്ടിയതാണ്. 7-8 മക്കളെ ഇതിൻ്റെ അമ്മയ്ക്ക് ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിലൊന്നിനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് റാഞ്ചിയത്. അതിനുശേഷം ഇവൻ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. പണ്ട് മൃഗങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിതിനെ സ്നേഹിച്ച് നമ്മളിതിന്റെ കൂടെ ഇടപഴകി നോക്കുമ്പോഴാണ് ഇതിന്റെ വില എന്നത് തിരിയുക. അതുപോലെയാണ് നമ്മളെ പൂക്കിമോളും. എന്താ പറയാ, ഒരു സാഹചര്യത്തിൽ നമ്മളെ കൂടെ കൂടി സ്റ്റിൽ നമ്മൾ ഈ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതിന്റെ രസം അറിയും. അല്ലാണ്ട് വീട്ടിൽ പൂച്ചയുണ്ട് പട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതുമായിട്ട് ഇടപെടുക്കി നോക്കുമ്പോഴാണ് അത് എത്രത്തോളം നമ്മളെയും കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള മനസ്സിലാവും. അങ്ങനെ ഞാൻ എവിടെ നിന്നാലും നമ്മുടെ ചുക്കിടി ഇങ്ങനെ വാലായിട്ട് വരുന്ന ഒരു സന്തോഷമാണ്. നീയൊക്കെ വിളിച്ചാൽ നിന്റെ വയ്യ വരെ ഒരു പട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ വിളിച്ച എൻ്റെ കൂടെ വരാൻ എൻ്റെ ചുക്കിടി എങ്കിലും ഉണ്ടെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. ചുക്കിടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചില സമയത്ത് എടുത്ത് വാരി എറിയാൻ തോന്നും. കാരണം ഞാൻ എത്ര ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ. സ്നേഹം മാത്രമൊന്നുമല്ല കേട്ടോ, അടിയും കൊടുക്കലുണ്ട്. നമ്മളെ അച്ഛനമ്മമാർ പറയല്ലേ, കുരുത്തക്കേട് കഴിച്ചാൽ അടി കൊടുക്കണം, എന്നാൽ മാത്രമേ അവർ നന്നായി വളരൂ. അതുപോലെ തന്നെ ചുക്കിടിക്കും പൂക്കിക്കും ഒക്കെ അടി കൊടുക്കലുണ്ട്. കുരുത്തക്കേട് കഴിച്ചാൽ പിന്നെ നല്ല കുട്ടിയാവണമെങ്കിൽ അടി കൊടുക്കണ്ടേ അല്ലേ? അത് തന്നെ. പക്ഷെ എല്ലാം കഴിഞ്ഞ് വന്ന് ഈ വാലാട്ടുന്നതില്ലേ, നമ്മളൊക്കെ അച്ഛനമ്മേനോടെല്ലാം അങ്ങനെയല്ലേ, അടിയെല്ലാം മേടിച്ചാലും പിന്നെ പോയിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് സോപ്പിടുന്ന പോലെ അതുപോലെയാണ് ഇവരും. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളർത്തി നോക്കണം. ചിലവരിത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്താടാ ഇവർ പറയുന്നതെന്ന്. പക്ഷെ വളർത്തിയവർക്ക് ഇതിനെക്കുറിച്ച് നല്ലോണം അറിയാം. നമ്മൾ അതുപോലെ സ്നേഹിച്ചാൽ മാത്രം മതി.